ഹലോ, വെൽക്കം ടു മാഡിയ ക്ലാസ്സസ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ് എന്ന ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ ഫുൾ എക്സ്പ്ലനേഷൻ പാർട്ട് 1, പാർട്ട് 2 വീഡിയോയിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിന്റെ എക്സസൈസ് ആണ് നോക്കാൻ പോകുന്നത്. ആക്ടിവിറ്റി 1. The little blue engine helped the little train reach the other side of the mountain. Have you ever helped someone in trouble? Write a short paragraph about your experience. ഇവിടെ ഈ കഥയില് ലിറ്റിൽ ബ്ലൂ എൻജിൻ ലിറ്റിൽ ടോയ് ട്രെയിനിനെ മലയുടെ മറുവശത്തെത്താൻ ഹെൽപ്പ് ചെയ്തു. ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ കാര്യം എഴുതുക. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ എക്സ്പീരിയൻസ് വേണം എഴുതാൻ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Yes, I have helped someone in trouble. One day my friend fell down while playing in the school ground and hurt his knee. He was crying because he could not walk. I quickly ran to him, helped him stand up, and took him to our teacher. We cleaned his wound and applied medicine. Seeing him smile again made me feel very happy and proud. ഇതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഭവം സിമ്പിൾ സെന്റൻസുകളായിട്ട് ഇതുപോലെ എഴുതുക. Activity 2. The little train carried many things. List them below. ലിറ്റിൽ ട്രെയിനിൽ എന്തൊക്കെ സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്? ഫസ്റ്റ്, തിങ്സ് ടു ഈറ്റ് ആൻഡ് ഡ്രിങ്ക്. ബിഗ് റൗണ്ട് ഓറഞ്ചസ്, ഫാറ്റ് റെഡ് ആപ്പിൾസ്, ലോങ് യെല്ലോ ബനാനാസ്, ഫ്രഷ് കോൾഡ് മിൽക്ക്, ലോലിപോപ്സ് അല്ലേ? ഇനി തിങ്സ് ടു പ്ലേ വിത്തോ? കുറെ ടോയ്സും ഡോൾസും ഉണ്ടായിരുന്നു. ജിറാഫ്സ് വിത്ത് ലോങ് നെക്സ്, ടെഡി ബിയർ വിത്ത് നോ നെക്സ്, a baby elephant, dolls with blue eyes and yellow hair, dolls with brown eyes and brown hair, the funniest toy clown, toy trucks, airplanes, boats, അങ്ങനെയല്ലേ? Activity 3. The little train tried hard, but her wheels just would not turn. The clown and the animals climbed out of their cars. They tried to push the little train, but she could not move. What would the little train think then? ലിറ്റിൽ ട്രെയിൻ നിന്നുപോയി. വളരെ കഷ്ടപ്പെട്ട് അത് മുന്നോട്ട് നീങ്ങാൻ വേണ്ടി ഭയങ്കരമായിട്ട് ട്രൈ ചെയ്തു. പക്ഷെ മൂവ് ചെയ്യാൻ പറ്റിയില്ല. അതിന്റെ കാറിലുള്ള ടോയ്സും ഡോൾസും ഒക്കെ പുറത്തിറങ്ങി എല്ലാരും കൂടി ചേർന്ന് ട്രെയിനിനെ തള്ളാനും വലിക്കാനും ഒക്കെ തുടങ്ങി, എങ്ങനെയും ഇത് മൂവ് ചെയ്യാൻ വേണ്ടി. ആ സമയത്ത് ഈ ലിറ്റിൽ ട്രെയിൻ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക എന്ന് നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കാൻ പറ്റുമോ? നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് എന്തായിരിക്കും ട്രെയിൻ ആലോചിച്ചിട്ടുണ്ടാവുക എന്നൊന്ന് എഴുതി നോക്കൂ. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇത് എക്സാമ്പിൾ മാത്രമാണ്, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എഴുതണം. Oh dear, my wheels just won't turn. Everyone is trying so hard to push me, but I still can't move. I feel so sad and helpless. How will all these wonderful toys and good food reach the little children on the other side of the mountain before morning? I hope someone comes to help us. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരിക്കും ലിറ്റിൽ ട്രെയിനിന്റെ ഉള്ളിലൂടെ പോയിട്ടുണ്ടാവുക. Activity 4. The little blue engine helped the little train and she continued the journey. On the way, the little train happened to meet the shiny new engine. He was surprised to see the little train. What could be the conversation between the little train and the shiny new engine? അതായത് ലിറ്റിൽ ബ്ലൂ എൻജിൻ ഹെൽപ്പ് ചെയ്തിട്ട് നിന്നുപോയ ട്രെയിൻ മുന്നോട്ട് മൂവ് ചെയ്യാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ആദ്യം ഹെൽപ്പ് ചെയ്യാതെ പോയിരുന്ന ആ ലിറ്റിൽ ഷൈനി ട്രെയിൻ ഉണ്ടല്ലോ, അതിനെ മീറ്റ് ചെയ്യാണ്. അപ്പൊ ആ ട്രെയിൻ ആകെ അത്ഭുതപ്പെട്ടു പോയി. നീ അവിടെ നിന്ന് പോയത്, നീ അവിടെ സ്റ്റോപ്പായി പോയതല്ലായിരുന്നോ? എപ്പോ ഇവിടെ എത്തി, എങ്ങനെ ഇവിടേക്ക് വന്നു എന്ന്. അപ്പൊ അവർ തമ്മിൽ സംസാരിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ആ ഒരു സംഭാഷണം വരിക? നിങ്ങളൊന്ന് എഴുതി നോക്കൂ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഷൈനി ന്യൂ എൻജിൻ. Wow, how did you manage to cross the mountain? Who helped you? നീ എങ്ങനെ ഇവിടെ എത്തി? നിന്നെ ആരാണ് ഹെൽപ്പ് ചെയ്തത്? Little train. The little blue engine helped us. She pulled my cars over the mountain. ലിറ്റിൽ ബ്ലൂ എൻജിൻ ആണ്
എന്നെ ഹെൽപ്പ് ചെയ്തത്. അവര് എന്റെ കാർസിനെയൊക്കെ മൗണ്ടന്റെ മുകളിലേക്ക് വലിച്ചു കയറ്റി. ഷൈനി ന്യൂ എഞ്ചിൻ. റിയലി? But she is so small and has never pulled a train before. റിയലി? അവൾ വളരെ ചെറിയ ട്രെയിൻ അല്ലേ? അവൾ ഇതുവരെ ഒരു ട്രെയിനിനെ പോലും മുകളിലേക്ക് വലിച്ചു കയറ്റിയിട്ടുമില്ല. പിന്നെ എങ്ങനെ? ലിറ്റിൽ ട്രെയിൻ. യെസ്, ബട്ട് ഷീ വാസ് കൈൻഡ് ആൻഡ് ഡിറ്റർമൈൻഡ്. അത് ശരിയാണ്. പക്ഷെ അവര് ഭയങ്കര ദയുള്ളതും അതുപോലെ ഭയങ്കര ഡിറ്റർമൈൻഡ് ആയിട്ടുള്ളതും ഭയങ്കര ഉറച്ച തീരുമാനമുള്ള ഒരാളും ആയിരുന്നു. ഷീ കെപ്റ്റ് സേയിങ് ഐ തിങ്ക് ഐ ക്യാൻ ആൻഡ് ഷീ ഡിഡ് ഇറ്റ്. അവര് ഐ തിങ്ക് ഐ ക്യാൻ, എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൽ അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഷൈനി ന്യൂ എഞ്ചിൻ. ഐ ഫീൽ അഷെയിംഡ് നൗ. ഐ ഷുഡ് ഹാവ് ഹെൽപ്ഡ് യു വെൻ യു ആസ്ക്ഡ് മീ. എനിക്ക് ആകെ നാണക്കേട് തോന്നുന്നു ഇപ്പോ. നീ എന്നോട് സഹായം ചോദിച്ച സമയത്ത് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്താൽ മതിയായിരുന്നു. ലിറ്റിൽ ട്രെയിൻ. ഇറ്റ്സ് ഓക്കെ, വി ലേൺഡ് ദാറ്റ് കൈൻഡ്നസ് ആൻഡ് ഹാർഡ് വർക്ക് മാറ്റേഴ്സ് മോർ ദാൻ സൈസ് ഓർ ഷൈൻ. അപ്പോ ലിറ്റിൽ ട്രെയിൻ പറയാ, സാരമില്ല, നമുക്കിപ്പോ മനസ്സിലായില്ലേ, ഒരാളെ സഹായിക്കാനുള്ള മനസ്സ് അതുപോലെ അതിനുവേണ്ടി പരിശ്രമിക്കാനുള്ള ഒരു തീരുമാനം, അതാണ് സൈസിനേക്കാളും ഷൈനേക്കാളും ഒക്കെ വലുതെന്ന്. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് അവർ തമ്മിൽ പിരിഞ്ഞു പോയിട്ടുണ്ടാവാം. Activity 5. Read the following sentences from the story and note the words underlined. The little train carried good things to eat. Big round oranges, fat red apples, long yellow bananas, fresh cold milk and lollipops to eat after dinner. Look at the word pyramid and make more such pyramids. ഇവിടെ കൊടുത്തിരിക്കുന്ന വേർഡ് പിരമിഡ് നോക്കൂ. ആദ്യം ഒരു വേർഡ് എഴുതി, പിന്നെ അതിന്റെ കൂടെ ദ കാർ, രണ്ട് വേർഡായി, പിന്നെ ദ ബ്ലൂ കാർ, ദ ബ്യൂട്ടിഫുൾ ബ്ലൂ കാർ. അങ്ങനെ ഓരോരോ വേർഡ്സ് ആഡ് ചെയ്ത് മീനിങ് ഫുൾ വേർഡ്സ് ഉണ്ടാക്കി വലുതായി വലുതായി പോവുകയാണ്. മുകളിൽ ഒരു വേർഡേ ഉള്ളൂ, താഴെ എത്തിയപ്പോഴേക്ക് 1 2 3 4 5 അങ്ങനെ 5 വേർഡ്സ് ആയല്ലേ. ഇതുപോലെ ഓറഞ്ച് അതുപോലെ ഫ്ലവർ ഇത് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒരു പിരമിഡ് ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കൂ. നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കൂ കേട്ടോ. നമുക്ക് ഓരോ എക്സാമ്പിൾസ് നോക്കാം. ഓറഞ്ച്, the round orange, the big round orange, the sweet big round orange. Flower, red flower, beautiful red flower, big beautiful red flower. ഈ വേർഡ്സ് തന്നെ ആഡ് ചെയ്യണം എന്നില്ല, വേറെ ഏത് വേർഡ് വേണമെങ്കിലും ആഡ് ചെയ്യാം, മീനിങ് ഫുൾ ആയിട്ടുള്ള സെന്റൻസ് ഉണ്ടാക്കിയാൽ മതി. ഇനി ഇതുപോലെ നിങ്ങളും ഏതെങ്കിലും ഒരു വേർഡ് എടുത്തിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കി നോക്കൂ. In the story, the little blue engine says, I think I can. Ask your friends if they can do what they see in pictures given. Write down your questions and possible responses. കഥയില് ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഐ തിങ്ക് ഐ ക്യാൻ, എന്നെ കൊണ്ട് പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റും എന്നത് പറയുമായിരുന്നു. ഇതുപോലെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ചോദിച്ചു നോക്കൂ. ആദ്യത്തെ ചോദ്യമാണ് ക്യാൻ യു സ്വിം. അപ്പൊ എത്ര പേര് ഫ്രണ്ട്സ്, ചിലർ പറയും യെസ് ഐ ക്യാൻ, ചിലർ പറയും നോ ഐ കാണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ പോയിട്ട് ആരോടാ ചോദിക്കുന്നതെന്ന് എഴുതുക, അവരുടെ റെസ്പോൺസ് എന്താണെന്ന് മാർക്ക് ചെയ്യാം. രണ്ടാമത്തെ ചിത്രം നോക്കിയേ, ഫുട്ബോൾ കളിക്കുകയാണ് അല്ലേ. ഇതിന് ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കാം? ക്യാൻ യു പ്ലേ ഫുട്ബോൾ? അപ്പം നിങ്ങളുടെ ചില ഫ്രണ്ട്സ് പറയും യെസ് ഐ ക്യാൻ, ചിലർ പറയും നോ ഐ കാണ്ട്. അടുത്തത് ഡാൻസ് ആണ്. എങ്ങനെ ചോദിക്കാം? ക്യാൻ യു ഡാൻസ്? യെസ് ഐ ക്യാൻ, നോ ഐ കാണ്ട്. ഇനി ഒരു കുട്ടി പാട്ട് പാടുകയാണ്. എങ്ങനെ ചോദിക്കാം? ക്യാൻ യു സിംഗ്? യെസ് ഐ ക്യാൻ, നോ ഐ കാണ്ട്. അപ്പോൾ എന്താണ് അവരുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ അതുപോലെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഇനി അടുത്ത കുട്ടി ഒരു ബുക്ക് വായിക്കുകയാണ്. ക്യാൻ യു റീഡ്? യെസ് ഐ ക്യാൻ. നിങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവർക്കും വായിക്കാൻ പറ്റുമായിരിക്കും അല്ലേ. ഇനി അടുത്ത ഒരാൾ എഴുതുകയാണ്. ക്യാൻ യു റൈറ്റ്? യെസ് ഐ ക്യാൻ. ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ട് ഈ ഒരു ആൻസർ മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. Activity 7. Shall we enact the story in the form of a skit? Discuss in groups how to perform the skit. The following questions will help you. Little Engine That Could എന്ന ഈ ചാപ്റ്ററിനെ ഒരു നാടകമായിട്ട് അല്ലെങ്കിൽ ഒരു സ്കിറ്റ് ആയിട്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കാം. ആദ്യം തന്നെ അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ വേണം?
ഈ സ്റ്റോറിയിൽ എന്തൊക്കെ ഇവന്റ്സ് ഉണ്ടായിരുന്നു, അതുപോലെ ഈ ഇവന്റ്സ് ഒക്കെ എവിടെയാണ് നടന്നത്, പിന്നെ ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, ഡു ദേ സേ, അവർ ഓരോരുത്തരും എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾ ഗ്രൂപ്പ് ആയിട്ടിരുന്ന് ഈ ഓരോ കാര്യങ്ങളും സോർട്ട് ചെയ്യുക. എന്നിട്ട് അത് ഈ തന്നിരിക്കുന്ന സ്പേസിൽ എഴുതുക. അതിനുശേഷം നിങ്ങൾ ഓരോരുത്തരും ആ ക്യാരക്ടേഴ്സ് ആയിട്ട് ഈ ഡ്രാമ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ ഇവന്റ്സ് ഒക്കെ എവിടെയാണ് നടന്നിരുന്നത്? The events take place on a railway track leading over a high mountain to city on the other side. ഇതൊരു റെയിൽവേ ട്രാക്കിലാണ് സംഭവിച്ചത് അല്ലേ? റെയിൽവേ ട്രാക്ക് ലീഡിംഗ് ഓവർ ഹൈ മൗണ്ടെയിൻ, മലമുകളിലേക്ക് പോകുന്ന ഒരു റെയിൽവേ ട്രാക്കിൽ വെച്ചിട്ട്. ഇനി എന്തൊക്കെയായിരുന്നു ഈവന്റ്സ് നടന്നത്? ഫസ്റ്റ് തന്നെ a small train carrying toys and food break down before crossing the mountain. മുകളിലേക്ക് കയറുന്ന വഴി, മുകളിൽ എത്തുന്നതിന് മുമ്പേ തന്നെ ചെറിയ ട്രെയിൻ അവിടെ ബ്രേക്ക് ഡൗൺ ആയിപ്പോയി, സ്റ്റോപ്പ് ആയിപ്പോയി. അതിനുശേഷം അതിലൂടെ ഒരു ഷൈനി പാസഞ്ചർ എഞ്ചിൻ വരികയാണ്. അതിനോട് ഹെൽപ്പ് ചോദിച്ചപ്പോൾ ദാറ്റ് എഞ്ചിൻ refuses to help the toys. Then a big strong engine അതിലൂടെ പാസ് ചെയ്തു, അതും ഹെൽപ്പ് ചെയ്യാതെ പോയി. ലാസ്റ്റ് വന്നത് ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ ആണ്. ആ എഞ്ചിൻ എഗ്രീസ് ടു ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ. ലാസ്റ്റ് ചാണ്ടിങ് ഐ തിങ്ക് ഐ ക്യാൻ, ഐ തിങ്ക് ഐ ക്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ സക്സസ്ഫുള്ളി പുൾസ് ദ ട്രെയിൻ ഓവർ ദ മൗണ്ടെയിൻ. ആ ഒരു ട്രെയിന് ലിറ്റിൽ ട്രെയിനിനെ മുകളിലേക്ക് വലിച്ചു കയറ്റി കൊണ്ടുപോയി. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ നടന്ന ഈവന്റ്സ്. ഇതിലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ആരായിരുന്നു? ദ ലിറ്റിൽ എഞ്ചിൻ, ആദ്യം സ്റ്റോപ്പ് ആയി പോയ ട്രെയിന്, പിന്നെ ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ ഹെൽപ്പ് ചെയ്ത ട്രെയിന്, ഷൈനി പാസഞ്ചർ എഞ്ചിനും ദ ബിഗ് സ്ട്രോങ് എഞ്ചിനും രണ്ടുപേരും ഹെൽപ്പ് ചെയ്യാതെ പോയ ആൾക്കാര്, പിന്നെ ലിറ്റിൽ ക്ലൗൺ, ടോയ്സ് ആൻഡ് ഡോൾസ്. ടോയ്സ് ആൻഡ് ഡോൾസിനൊക്കെ ഓരോന്നോരോന്നായിട്ട് എഴുതണമെങ്കിൽ അങ്ങനെയും എഴുതാം. ഇനി ഇവർ തമ്മിൽ സംസാരിക്കുന്ന അവരുടെ ഡയലോഗ്സ് ഒക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് എഴുതി നോക്കിയാലോ? ദ ലിറ്റിൽ എഞ്ചിൻ, I can't go any further. What will the children do without their toys and food? എന്ന് ചെറിയ എഞ്ചിൻ പറയാണ്. അപ്പോഴാണ് അതുവഴി ഷൈനി പാസഞ്ചർ എഞ്ചിൻ പോയത്. അപ്പൊ ലിറ്റിൽ ക്ലൗൺ പറയാ, പ്ലീസ് ലിറ്റിൽ ഷൈനി എഞ്ചിൻ ഹെൽപ്പ് us pull our train over the mountain. ഞങ്ങളുടെ ട്രെയിനെ ദയവ് ചെയ്ത് മലമുകളിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യോ. എന്നാൽ ഷൈനി പാസഞ്ചർ എഞ്ചിൻ പറഞ്ഞു, നോ, ഐ ക്യാരി ഫൈൻ ജെന്റിൽമെൻ ഇൻ ലേഡീസ്, ഐ വിൽ നോട്ട് പുൾ യുവർ ട്രെയിൻ. എനിക്ക് ആളുകളെ കൊണ്ടുപോകാനുണ്ട്, ഞാൻ നിങ്ങളുടെ ട്രെയിനിനെ പുൾ ചെയ്യില്ല. ടോയ്സ് ആൻഡ് ഡോൾസ്, പ്ലീസ് ബിഗ് സ്ട്രോങ് എഞ്ചിൻ. അപ്പോഴാണ് അതുവഴി ബിഗ് സ്ട്രോങ് എഞ്ചിൻ പോകുന്നത്. ഹെൽപ്പ് us pull our train over the mountain. ബിഗ് സ്ട്രോങ് എഞ്ചിൻ, നോ, ഐ എം ഫോർ ടു ഇമ്പോർട്ടൻറ്റ് ടു പുൾ സ്മോൾ ടോയ്സ്. അപ്പോൾ ഡയലോഗ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ എഴുതാം. ആ ട്രെയിൻ പറഞ്ഞു, ഇല്ല, എനിക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റില്ല. ദ ലിറ്റിൽ ക്ലൗൺ, പ്ലീസ് ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ വിൽ യു ഹെൽപ്പ് us pull our train. അപ്പോഴാണ് ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ അങ്ങോട്ട് വന്നത്. അത് പറയാ, ഐ എം നോട്ട് വെരി ബിഗ് ബട്ട് ഐ തിങ്ക് ഐ ക്യാൻ, ഐ തിങ്ക് ഐ ക്യാൻ, ഞാൻ ശ്രമിച്ചു നോക്കാം. ടോയ്സ് ആൻഡ് ഡോൾസ്, ഹുറേ, ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ ഇസ് ഹെൽപ്പിംഗ് us. ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ, ഐ തോട്ട് ഐ കുഡ്, ഐ തോട്ട് ഐ കുഡ്. ഫൈനലി അത് അങ്ങനെ ചിന്തിച്ചു. ഫൈനലി അത് പറയാ, എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ കരുതി, അതുകൊണ്ട് എനിക്ക് അതിനെ വലിക്കാനും പറ്റി. ഈ ഡയലോഗ്സ് ഒക്കെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന രീതിയിലൊക്കെ എഴുതി ക്ലാസ്സിൽ ഇതൊരു ഡ്രാമ പോലെ അവതരിപ്പിക്കുക. അങ്ങനെ ഈ ചാപ്റ്ററിന്റെ എക്സസൈസും ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവ് ചെയ്ത് എന്നെ കമന്റ്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.